CMRL മാസപ്പടി കേസിൽ ഇടപാടിൽ നടന്നത് 185 കോടിയുടെ അഴിമതിയെന്ന് കേന്ദ്രം. SFI അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുണ്ടായത്. അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും സങ്കല്പത്തിനപ്പുറമുള്ള അഴിമതിയാണ് നടത്തിയതെന്നും കേന്ദ്ര സർക്കാർ. ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രവും ആദായ വകുപ്പും വാദങ്ങൾ സമർപ്പിച്ചു. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വാദങ്ങളിൽ പറയുന്നത് ചെലവുകൾ അത് പെരുപ്പിച്ചു കാട്ടി അങ്ങനെ അഴിമതി പണം അത് കണക്കിൽപ്പെടുത്തുകയാണ് CMRL ചെയ്തത്. 175 കോടി രൂപയുടെ അഴിമതി അത് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കേന്ദ്രം പറയുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്? സ്മിത, ഈ CMRL മാസപ്പടി കേസ് കഴിഞ്ഞ തവണ ഹൈക്കോടതി പരിഗണിക്കുകയും അതിൽ ഒടുവിൽ അറിയിച്ചത് കേന്ദ്രവും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും വിശദമായ വാദങ്ങൾ എഴുതി സമർപ്പിക്കാനാണ് അന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയുണ്ടായത്. അതിൻ പ്രകാരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ വാദം നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് CMRLനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. 185 കോടിയുടെ ക്രമക്കേടാണ് നടന്നതെന്നാണ് കേന്ദ്രം വിശദമായ വാദത്തിൽ ഉന്നയിക്കുന്നത്. കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയൊരു അഴിമതിയാണ്. ഇല്ലാത്ത കണക്കുകൾ കാണിച്ച് ഇത്തരത്തിൽ പൈസ ചെലവഴിച്ചത് ഉൾപ്പെടെയുള്ളവ കണക്കിൽപ്പെടുത്തി എന്ന ആരോപണങ്ങളുണ്ട്. CMRL ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി ഈ അഴിമതി പണം കണക്കിൽപ്പെടുത്തി. അതുപോലെ തന്നെ ഈ ചരക്ക് നീക്കം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് കോടികൾ ചെലവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ ബില്ലുകൾ സൃഷ്ടിച്ചു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നിയമപ്രകാരമുള്ള ഏത് നടപടിയും സ്വീകരിക്കാം എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. കാര്യം ഇതിൽ മാസപ്പടി കേസിൽ CMRLന്റെ വാദം എന്നത് ഈ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്നായിരുന്നു പ്രധാനമായും CMRL ഉന്നയിച്ചിരുന്ന വാദം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പറയുന്നത് ബോർഡ് തീർപ്പാക്കിയ കേസിൽ മറ്റൊരു അന്വേഷണം എന്നുള്ളത് ഇവിടെ പ്രസക്തിയില്ല, നിയമപ്രകാരമുള്ള ഏത് നടപടിയും സ്വീകരിക്കാൻ കഴിയും എന്നുകൂടി ഇപ്പോൾ IT കോടതി അറിയിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്തായാലും ഈ വിഷയവുമായി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. നേരത്തെ SFIO അറിയിച്ചതും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് മറ്റ് പ്രോസിക്യൂഷൻ പോലുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാമെന്നുമായിരുന്നു SFIOയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്ന സത്യവാങ്മൂലം എന്നത്. എന്തായാലും ക്ഷമിക്കണം, ആ വിഷയത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൂടി CMRLനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോഴും CMRLനെതിരെ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഗുരുതര ആരോപണം എന്നുള്ളത് ഈ കമ്പനിയുടെ ഒരു സുഗമമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ പണം CMRL നൽകിയിരുന്നു എന്ന ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സാഹചര്യം കൂടി ഇതിന് പശ്ചാത്തലമായി വരുന്നുണ്ട്. അത്തരത്തിൽ പല ക്രമക്കേടുകൾ, ആ തുക എന്നുള്ളത് 185 കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല, ചില ഭീകരവാദ പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്നവർക്ക് ഉൾപ്പെടെ ചില ഇടപാടുകൾ നടന്നതായി സംശയമുണ്ട് എന്നും SFIO പ്രകടിപ്പിക്കുകയുണ്ടായ ആശങ്ക. അതിലൊരു മറ്റൊരു അന്വേഷണം CMRLനെതിരെ നടത്തിവരികയാണെന്നും SFIO അറിയിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേന്ദ്രം കൂടി പിടിമുറുക്കുകയാണ്. കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് 185 കോടിയുടെ അഴിമതി ഉണ്ടായി. അതിൽ പല കണക്കുകൾ ഈ CMRLന്റെ ചെലവുകൾ ഉൾപ്പെടെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അഴിമതി പണം കണക്കിൽപ്പെടുത്തി. മാത്രമല്ല, ചരക്ക് നീക്കം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കെല്ലാം കോടികൾ ചെലവിട്ടത് വ്യാജ ബില്ലുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചു എന്നതുൾപ്പെടെയുള്ള ഒരു ആരോപണങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. സ്മിത, അച്യുതൻ, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും CMRLന് കുരുക്കുമുറുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നിയമപരമായിട്ടുള്ള നടപടികളുമായി, അന്വേഷണവും അതിൻ്റെ കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നിപ്പോൾ പറയുന്നു. കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണവും കേസുമായി മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ വീണ്ടും ആ വിഷയം വലിയൊരു ലൈംലൈറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് എത്രത്തോളം രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ അതിനൊക്കെ വഴിതെളിച്ചതായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഡൽഹിയിൽ ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കുമോ ഇനി മുന്നോട്ടുള്ള പോക്ക്?
തീർച്ചയായിട്ടും സ്മിത, കാര്യം SFIO അറിയിച്ചത്, ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്, അവർ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറി എന്നുള്ളതാണ്. അതിൻ പ്രകാരം തുടർന്നുള്ള നടപടികൾ, പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം എന്നായിരുന്നു SFIO അറിയിച്ചത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്ന വാദം എന്നുള്ളത് ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട്, അത് 185 കോടിയുടെ ഒരു വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. ഈ കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയത് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഈ കണക്കുകൾ ഇത്തരത്തിൽ അഴിമതി പണം അത് പല ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് കണക്കിൽപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാജ ബില്ലുകൾ സൃഷ്ടിച്ചു. ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച പണവിനിമയവുമായി ബന്ധപ്പെട്ട് വ്യാജ ബില്ലുകൾ വരെ സൃഷ്ടിച്ചിട്ടുണ്ട്.